പാലക്കാട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേഖലയിലെ കള്ള് ഷാപ്പുകളിൽ കൊല്ലങ്കോട് പോലീസ് പരിശോധന നടത്തി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ മായം ഉണ്ടെങ്കിൽ അപ്പത്തിന് കേസെടുത്തോ. കാരണം പാവങ്ങളെ ഒന്നും കഴിച്ചിട്ട് സാറിന് പാവങ്ങൾ മാത്രമല്ല ഞാൻ അടക്കം. കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല, ജാസ്തിയാണെന്ന് പറഞ്ഞാൽ കേസെടുത്തോളൂ. ഉണ്ടാണ്ടിരിക്കുന്നത് ഞാൻ യൂണിഫോം ഇട്ടാണ്. ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് മറ്റേ കുഴപ്പമില്ല. എൻ്റെ കുട്ടി എത്രയും 2 നമ്മളറിയുന്ന ആളുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും വ്യാജക്കള്ള് തടയുന്നതിന്റെയും ഭാഗമായി ഇത്തരം പരിശോധനകൾ കേരള പോലീസ് കൃത്യമായി നടത്താറുണ്ട്. വീര്യം കൂട്ടാൻ സ്പിരിറ്റോ മറ്റ് രാസവസ്തുക്കളോ ചേർക്കുന്നത് കണ്ടെത്തുക, ഷാപ്പുകളുടെ ലൈസൻസും കള്ളിന്റെ അളവും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക, അതിർത്തി കടന്നുള്ള ലഹരിക്കടത്തും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുക എന്നിവയാണ്. സ്റ്റേഷനിലെ SHO അരുൺ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് 99 പാലക്കാട്. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.